സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇങ്ങനെ പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ ഇത്രയും കാലം യൂട്യൂബിൽ ഇംഗ്ലീഷിൽ വീഡിയോസ് ഇട്ടിട്ടും വലിയ രീതിയിൽ വ്യൂസോ കാര്യങ്ങളോ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ മലയാളത്തിലാക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഹാക്ക് വൈഫൈ പാസ്വേഡ്സ് എന്നാണ്. ഓക്കെ, നമ്മളെ ഏറ്റവും മോഡേൺ ആയിട്ട് വന്ന എൻക്രിപ്ഷൻ WPA2 PSK ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വൈഫൈ പാസ്വേഡ് കണ്ടുപിടിക്കാം എന്നാണ് ഈ വീഡിയോ. ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോസ് കിട്ടും. ഈ വീഡിയോസിൽ ചില വീഡിയോസ് എല്ലാം കാണിക്കുന്നത് ഓൾറെഡി കണക്ട് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കിന്റെ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് യൂസ്ലെസ് ആണ്. സോ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എക്സാക്ട് മെത്തേഡാണ്. നമ്മൾ ഇതുവരെ കണക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ആദ്യമേ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു വൈഫൈ നെറ്റ്വർക്കിന്റെ പാസ്വേഡ് എങ്ങനെ ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഇതിന്റെ പ്രീ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കലി ലിനക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ, ഈവൻ പാരറ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഉബുണ്ടുവിൽ തന്നെ ഈ ആവശ്യമുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ഈ അറ്റാക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് കലി ലിനക്സ് ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു വൈഫൈ അഡാപ്റ്റർ ആണ്. നമുക്ക് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാൻ കഴിയുന്ന വൈഫൈ അഡാപ്റ്റർ. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ വീഡിയോയിലുടനീളം എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വൈഫൈ ഹാക്കിങ്ങിന്റെ പറയുന്ന തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഫുൾ അറ്റാക്കിന്റെ ഒരു തിയറി പാർട്ട് കവർ ചെയ്യാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട റിക്വയർമെന്റ്സ്, അതായത് വൈഫൈ ഹാക്ക് ചെയ്യാൻ വേണ്ട റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് കലി ലിനക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ, പാരറ്റ് ആയാലും കലി ലിനക്സ് ആയാലും ഉബുണ്ടുവിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താലും ഓക്കെ. രണ്ടാമത് വേണ്ടത് എയർമോൺ NG സ്യൂട്ട്. എയർമോൺ NG എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ ഈ അറ്റാക്കിൽ ഉടനീളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾ ഇമ്പോർട്ടന്റ് ആണ്. അത് കലി ലിനക്സിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടാണ് വരിക. പിന്നെ ഏതെങ്കിലും ഒരു വൈഫൈ അഡാപ്റ്റർ വിത്ത് മോണിറ്റർ മോഡ്, അതായത് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വൈഫൈ അഡാപ്റ്റർ വേണം. പിന്നെ നാലാമത്തത് വേണ്ട വേർഡ് ലിസ്റ്റ്. എന്താണ് വേർഡ് ലിസ്റ്റ് എന്നുള്ളത് ഈ പ്രസന്റേഷന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പൊതുവെ ഒരു റൂട്ടറിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു റൂട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഗേറ്റ് വേ ആണ് റൂട്ടർ. ആ റൂട്ടറിലേക്ക് ഡിവൈസസ് വയർലെസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഈ ബ്ലൂ ആരോസ് ഒക്കെ വയർലെസ് ആയിട്ട് കണക്റ്റഡ് ഡിവൈസ് ആണ്. ഈ ഗ്രീൻ ആരോസ് ഒക്കെ വയർഡ് കണക്റ്റഡ് ഡിവൈസ് ആണ്. ഓറഞ്ച് ആരോസ് എല്ലാം വയോർഡ് ആയിരിക്കാം, വയർലെസ് ആയിരിക്കാം. ഓക്കെ, ഇവിടെ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, സ്മാർട്ട് TV, പ്രിന്റർ, ഡെസ്ക്ടോപ്പ് ആൻഡ് IoT യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന ഡിവൈസസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഫോളോ ചെയ്യുന്ന ഡിവൈസസ്. ഓക്കെ, ഇനി ഇതിലെല്ലാം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വയർലെസ് കണക്ഷൻസിൽ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വയർലെസ് കണക്ഷൻസിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാം എയറിൽ കൂടിയാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഈ അറ്റാക്കിന് ആവശ്യമുള്ളത് ഈ 3 ഡിവൈസസ് മാത്രം നമുക്ക് IoT ഒഴിവാക്കാം. ആൻഡ് ഈ 3 ഡിവൈസസിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിവൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ ഈ വൈഫൈന്റെ പാസ്വേഡ് ഒപ്റ്റെയിൻ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് ഏത് ഡിവൈസ് ആയിട്ട് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഏത് ഡിവൈസ് ആണോ ആ ടൈമിൽ റൂട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, വയർലെസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ആ ഡിവൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആണ്. ഓക്കെ, ഇനി ഈ സ്മാർട്ട് ഫോണും റൂട്ടറും നമ്മളെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് നോക്കാം. ഈ റൂട്ടർ സെൻഡ് ചെയ്യുന്ന ഓരോ ഡാറ്റയും പോകുന്നത് ഓരോ പാക്കറ്റിന്റെ രീതിയിലാണ്. ഈ പാക്കറ്റിൽ ഈ സ്മാർട്ട് ഫോണിന്റെ അഡ്രസ് ഉണ്ടാവും, MAC അഡ്രസ് ഉണ്ടാവും. അതേപോലെ തിരിച്ചും സ്മാർട്ട് ഫോൺ റൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്ന ഓരോ ഡാറ്റയും ഓരോ പാക്കറ്റുകളായിട്ട് പോകും. അതിൽ ഈ റൂട്ടറിന്റെ MAC അഡ്രസ്സും ഉണ്ടാവും. ഓക്കെ, ഇത് വയർലെസ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ഓരോ ഡാറ്റയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എയറിൽ കൂടിയാണ്. അപ്പോൾ ഇതേ സ്ഥലത്ത് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഹാക്കറിന് ഈ ഡാറ്റാസ് ഒക്കെ ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞത് ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക് ആണ്. അതായത് ഈ റൂട്ടറും സ്മാർട്ട് ഫോണും തമ്മിലുള്ള കണക്ഷൻസ് നമ്മൾ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ജാം ചെയ്യണം. ഇതിന് വിളിക്കുന്ന പേരാണ് ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക്. ഈ അറ്റാക്ക് എങ്ങനെ ചെയ്യാൻ നമ്മൾ വീഡിയോയിൽ കാണും. ഈ ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക് ചെയ്ത് നമ്മൾ കുറച്ച് ടൈം സ്മാർട്ട് ഫോൺ ഡിവൈസിനെ ഹോൾഡ് ചെയ്യും, അതായത് ജാം ചെയ്ത് വെക്കും. ഇങ്ങനെ ഈ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ അറ്റാക്ക് നമ്മൾ പിൻവലിക്കും. ഡി ഒതന്റിക്കേഷൻ അറ്റാക്ക് റിമൂവ് ചെയ്യുന്നതിലേക്ക് ഈ സ്മാർട്ട് ഫോൺ തിരിച്ച് റൂട്ടറിലേക്ക് കണക്ട് ആവും. ഇങ്ങനെ കണക്ട് ആവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ക്യാപ് ഫയൽ അവിടെ ജനറേറ്റ് ആവും. അതായത് .cap എക്സ്റ്റൻഷൻ ഉള്ള ഒരു ക്യാപ് ഫയൽ ജനറേറ്റ് ആവും. ഈ ക്യാപ് ഫയലിന്റെ അകത്ത് WPA ഹാൻഡ് ഷേക്ക് അടങ്ങിയിട്ടുണ്ടാവും. എന്താണ് WPA ഹാൻഡ് ഷേക്ക് നോക്കാം. ഈ സ്മാർട്ട് ഫോൺ ഈ റൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന എക്സാക്ട് മോഡലിൽ ഈ റൂട്ടറും സ്മാർട്ട് ഫോണും തമ്മിൽ ഒരുപാട് ഹാൻഡ് ഷേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഹാൻഡ് ഷേക്കിൽ ഏതോ ഒന്ന് നമ്മുടെ വൈഫൈന്റെ പാസ്വേഡ് അടങ്ങിയിട്ടുണ്ടാവും. അത് എൻക്രിപ്റ്റഡ് രീതിയിലാണ് അടങ്ങിയിട്ടുണ്ടാവുക. ആ ഹാൻഡ് ഷേക്ക് ഈ ക്യാപ് ഫയലിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡാറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന എയർലൈനാണ്. ഈ ക്യാപ് ഫയൽ നമ്മുടെ ഹാക്കർ മെഷീനിൽ ഓൾറെഡി സേവ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ ക്യാപ് ഫയൽ ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ക്യാപ് ഫയൽ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വൈഫൈന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ വൈഫൈന്റെ പാസ്വേഡ് എങ്ങനെയാണ് ഈ ഫയലിൽ സേവ്ഡ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ റൂട്ടേഴ്സിലും യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ WPA2 PSK ആണ്. ഈ എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് തന്നെ ഈ വൈഫൈന്റെ പാസ്വേഡ് ഒരു സ്പെസിഫിക് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് ഒരു ഹ്യൂമനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനോ റീഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മളെ ഒറിജിനൽ പാസ്വേഡ് കിട്ടും. അങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫയൽ ഉണ്ട്. ആ ഫയലിന്റെ പേരാണ് വേർഡ് ലിസ്റ്റ് ഫയൽ. എന്താണ് വേർഡ് ലിസ്റ്റ് ഫയൽ നോക്കാം. വേർഡ് ലിസ്റ്റ് ഫയൽ എന്ന് വെച്ചാൽ സിമ്പിൾ ടെക്സ്റ്റ് ഫയൽ ആണ്. .txt എക്സ്റ്റൻഷനിൽ വരുന്ന സാധാരണ ടെക്സ്റ്റ് ഫയലാണ് വേർഡ് ലിസ്റ്റ്. ഈ വേർഡ് ലിസ്റ്റിന്റെ അകത്ത് നമ്മുടെ വൈഫൈന്റെ പാസ്വേഡ് ആവാൻ സാധ്യതയുള്ള എല്ലാ വേർഡ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് പോസിബിൾ വൈഫൈ പാസ്വേഡ്സിന്റെ എല്ലാ
വേർഡ്സും ഈ വേർഡ് ലിസ്റ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇനി എങ്ങനെയാണ് ഈ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലെ പാസ്വേഡിനെ ഡീക്രിപ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേർഡ് ലിസ്റ്റിലുള്ള ഓരോ വേർഡ്സും ഈ പാസ്വേഡ് ഹാഷുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഒരു വേർഡ് സ്പെസിഫിക് ആയിട്ട് ഈ പാസ്വേഡ് ഹാഷായിട്ട് മാച്ച് ആവും. അങ്ങനത്തെ വേർഡാണ് ഈ വൈഫൈൻ്റെ പാസ്വേഡ്. അതായത് ഈ വേർഡ് ലിസ്റ്റിലുള്ള ഓരോ വേർഡ്സും ഈ പാസ്വേഡ് ഹാഷുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മാച്ച് ആവുന്ന വേർഡ് ആയിരിക്കും ഈ വൈഫൈൻ്റെ പാസ്വേഡ്. ഇതാണ് നമ്മൾ ഈ അറ്റാക്കിൽ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പ്രോസസ്സ്. ഈ വേർഡ് ലിസ്റ്റിലുള്ള ഓരോ വേർഡ്സും ഈ പാസ്വേഡ് ഹാഷായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ മാച്ച് ആവുന്ന ഒരു വേർഡാണ് ഈ വൈഫൈൻ്റെ പാസ്വേഡ്. ഇതോടൊക്കെ നമുക്ക് വൈഫൈൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കാം. ഇനി ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി വാട്ട് ഇഫ് ദ വൈഫൈ പാസ്വേഡ് ഇസ് നോട്ട് ഇൻ ദ വേർഡ് ലിസ്റ്റ്? നമ്മളെ വൈഫൈൻ്റെ പാസ്വേഡ് വേർഡ് ലിസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഞാൻ അതിനുള്ള ആൻസർ പറയാം. ഓക്കെ, അപ്പൊ നമുക്കിനി വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ രണ്ട് അഡാപ്റ്റേഴ്സ് ആണ്. ഒന്ന് TP-Linkന്റെ 150 Mbps വരുന്ന TL-WN722 എന്ന് പറഞ്ഞ അഡാപ്റ്ററും, ആൻഡ് രണ്ടാമത്തത് ലിയോക്സിസിൻ്റെ 150 Mbps വരുന്ന ലിയോ HG 150 എന്ന് പറഞ്ഞ അഡാപ്റ്ററും. രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് കുറവാണ്. അതുകൊണ്ട് അത്ര ദൂരമുള്ള വൈഫൈ സിഗ്നൽസ് ഒന്നും ഇത് ക്യാപ്ചർ ചെയ്യില്ല. ആൻഡ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ലേശം കുറവാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കേടാവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ വൈഫൈ അഡാപ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് TP-Linkന്റെ 150 Mbps. ഇത് സൂപ്പർ വൈഫൈ അഡാപ്റ്റർ ആണ്. ആൻഡ് ഇതിൻ്റെ റേഞ്ചും അടിപൊളിയാണ്. അതുകൊണ്ട് എത്ര ദൂരമുള്ള സിഗ്നൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പ്ലഗ് ആൻഡ് പ്ലേ അഡാപ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാൻ കഴിയില്ല. ഇതാണ് അഡാപ്റ്റർ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് OTG കേബിളും വരുന്നുണ്ട് ഈ ബോക്സിൽ. പിന്നെ അതിൻ്റെ കൂടെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു CD വരുന്നുണ്ട്. ഡ്രൈവേഴ്സ് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഈ OTG കേബിൾ യൂസ് ചെയ്തുകൊണ്ട് എത്ര ദൂരമുള്ള സിഗ്നൽ വേണമെങ്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ആൻഡ് ഈ ഒരു അഡാപ്റ്ററാണ് ഞാൻ ഈ വീഡിയോയിൽ അറ്റാക്കിലൂടെ യൂസ് ചെയ്യാം. പറഞ്ഞ പോലെ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ അഡാപ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഡിലേ വരും. ഇപ്പം ഡിഫോൾട്ടായിട്ട് എൻ്റെ ആകെ ഒരു ഇൻ്റർഫേസ് ഉള്ളൂ, ETH0. ഞാൻ വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ എൻ്റെ വൈഫൈ അഡാപ്റ്റർ കണക്റ്റഡ് ആണ്. ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചിടാം. ഇഫ് കോൺഫിഗ് ഇപ്പോൾ അടിച്ചു നോക്കിയാൽ എനിക്കിവിടെ രണ്ട് ഇൻ്റർഫേസുകളായിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് ETH0, രണ്ടാമത്തത് WLAN0. ഇതാണ് എൻ്റെ മോണിറ്റർ മോഡ് ഓൺ ചെയ്യാൻ കഴിയുന്ന വൈഫൈ അഡാപ്റ്റർ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഈ വൈഫൈ അഡാപ്റ്ററിൽ മോണിറ്റർ മോഡ് ഓൺ ചെയ്യണം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഏതിലാണ് ഉണ്ടാവുക കാണിച്ചിടാം. ഇപ്പോൾ ഇത് ഡിഫോൾട്ട് ആയിട്ട് ഓട്ടോ മോഡിലാണുള്ളത്. ഓക്കെ, ഇനി ഇത് നമുക്ക് മോണിറ്റർ മോഡിലേക്ക് ആക്കണം. അതിന് ഫസ്റ്റ് ഇഫ് കോൺഫിഗ് LAN0 ഡൗൺ. ഇനി airmon ng check kill ഈ കമാൻഡ് കൊടുക്കുന്നതോടെ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ ഇവിടെ കട്ട് ആവുന്നതായിരിക്കും. കുഴപ്പമില്ല, നമുക്കത് തിരിച്ച് ഓൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി airmon ng iwconfig LAN0 mode monitor ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യാം LAN0ൽ. ഇനി if config LAN0. ഇനി if config അടിച്ചു നോക്കിയാൽ നമുക്കിവിടെ അൺസ്പെക്ട് എന്ന് കാണാം. കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ iwconfig LAN0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡ് മോണിറ്റർ മോഡാണ് ഇട്ടിരിക്കുന്നത് കാണാം. സോ ഇപ്പം നമ്മുടെ വൈഫൈ അഡാപ്റ്റർ മോണിറ്റർ മോഡിലാണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇന്റർഫേസസ് ഒക്കെ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള കമാൻഡ് airmon ng സ്യൂട്ടിൽ തന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് aerodump ng. ഒരു കമാൻഡ് ഞാൻ കാണിച്ചുതരാം. aerodump ng LAN0. നമ്മുടെ aerodump ng നമ്മളെ ഇന്റർഫേസിന്റെ നെയിം. ചില വൈഫൈ അഡാപ്റ്റേഴ്സിൽ നമ്മൾ മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യുന്നവർക്ക് ഈ LAN0ന്റെ നെയിമിന് പകരം ഇവിടെ LAN0 മോൺ എന്ന് വരും. ചിലർക്ക് MON0 എന്ന് വരും, MON0 എന്ന് വരും. അപ്പോൾ എനിക്ക് LAN0 തന്നെയാണ് ഇപ്പോൾ നെയിം കാണിക്കുന്നത്. aerodump ng LAN0 എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സിഗ്നൽസും ഇത് ക്യാപ്ചർ ചെയ്യും. നമ്മൾ വൈഫൈ അഡാപ്റ്റർ ക്യാപ്ചർ ചെയ്ത് നമുക്ക് കാണിക്കും.
ഇപ്പം എൻ്റെ ചുറ്റടുത്ത് ഇവിടെ 2 വൈഫൈ നെറ്റ്വർക്ക്സേ ഉള്ളൂ. ഒന്ന് ധ്രുപദ് എന്ന് പേരുള്ളതും രണ്ടാമത്തത് എയർടെൽ 1807 എന്ന് പേരുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ നെറ്റ്വർക്കിലാണ്. ഇനി ഒരു കാര്യം, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിനും അല്ലെങ്കിൽ ഒരു അവയർനെസ് വീഡിയോ മാത്രമാണ്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം നെറ്റ്വർക്കിലാണ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ ഉള്ള നെറ്റ്വർക്കിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയല്ല. ഓക്കെ, സോ നിങ്ങളിത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പെർമിഷൻ ഉള്ള വെബ്സൈറ്റിൽ മാത്രം, പെർമിഷൻ ഉള്ള വൈഫൈ നെറ്റ്വർക്കിൽ മാത്രം നിങ്ങളിത് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇനി ഈ ഡാറ്റയെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ഈ സെർച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി കിട്ടി കഴിഞ്ഞു ഇവിടെ. ഓക്കെ, ഇതൊരു ഫോണിന്റെ പേര് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഈ ഫോണ് നമ്മുടെ ഏതോ ഒരു നെറ്റ്വർക്ക് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഇപ്പം നോക്കുകയാണ്. അതായത് നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് ആയിട്ട് ഈ മോട്ടോ G5+ എന്ന് പറയുന്ന ഫോണ് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ. ഓക്കെ, ഇനി ഈ സെർച്ച് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കമാൻഡ് സ്റ്റോപ്പ് ചെയ്യാൻ Ctrl+C ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കത് അനലൈസ് ചെയ്യാം. ഈ റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ BSSID കിട്ടുന്നുണ്ട്. ഓരോ വൈഫൈ അഡാപ്റ്ററിന്റെയും ഓരോ വൈഫൈ നെറ്റ്വർക്കിന്റെയും BSSID കിട്ടുന്നുണ്ട്. അതിന്റെ പവർ കാണിക്കുന്നുണ്ട് 68 ആണിത്, ഇത് 83 ആണ്. അതുകൊണ്ട് ഈ നെറ്റ്വർക്കാണ് നമ്മളടുത്ത് കുറച്ചുകൂടി നിയർ ബൈ ആയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ചാനൽ കാണിക്കുന്നുണ്ട്, ഇത് 6 ചാനലാണ്, ഇത് 1-ലാണുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ എൻക്രിപ്ഷൻ കാണിക്കുന്നുണ്ട് WPA2 ആണ്. ഒത്തന്റിക്കേഷൻ പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ്, അതാണ് PSK എന്ന് കാണിക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ടാർഗറ്റ്, നമ്മുടെ ടാർഗറ്റ് ഏതാണോ ആ ടാർഗറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ട് ഒരു സെർച്ച് നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ടാർഗറ്റിനെ മാത്രമായിട്ട് സ്പെസിഫിക്കലി സ്കാൻ ചെയ്യണം. അതായത് ഈ ടാർഗറ്റിലുള്ള ഏതൊക്കെ ഡിവൈസസ് ആണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസ് ആണ് ഇതോട് അസോസിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ ടാർഗറ്റിനോട് മാത്രമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടാർഗറ്റിനോട് മാത്രമായിട്ട് നമുക്ക് സ്കാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് എയറോഡംപ് എൻജി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. BSSID എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതിന്റെ BSSID കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് ചാനൽ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്. ഇതിന്റെ ചാനൽ 1 ആണ്. ഇനി നമ്മൾ അടുത്ത ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെസ്റ്റിന്റെ റിസൾട്ട്സ് എല്ലാം നമുക്കൊരു ഫയലിലേക്ക് സേവ് ചെയ്യണം. അതിനാണ് ഈ ആർഗ്യുമെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കൊടുക്കേണ്ടത് നമ്മളെ ഇന്റർഫേസ് ലാൻഡ് 0. ഇനി എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ കണക്ട് ആയിരിക്കുന്ന എല്ലാ ഡിവൈസിന്റെയും പേരുകളും കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കും. പേര് കാണിക്കില്ല, ഡിവൈസിന്റെ MAC അഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പം ഈ വൈഫൈ സിഗ്നൽ ആയിട്ട് ഇപ്പം കറന്റ് ഒരു ഡിവൈസ് മാത്രമേ കണക്ട് ആയിട്ടുള്ളൂ, അതിന്റെ ഫോണാണ് ഇവിടെ കാണുന്നുണ്ടോ. അപ്പം ആൻഡ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ഡീഒത്തന്റിക്കേഷൻ അറ്റാക്ക് ആണ്. നമുക്കൊരു ക്യാപ് ഫയൽ കിട്ടണം, അതിൽ വൈഫൈ ഹാൻഡ് ഷേക്ക് അടങ്ങിയിരിക്കുന്ന ഒരു ക്യാപ് ഫയൽ കിട്ടണം. ഇപ്പൊ ഞാൻ ഈ അറ്റാക്ക് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്താൽ, ഈ സ്കാൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്താൽ, Ctrl+C കൊടുത്ത് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ഫയൽസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. test1.cap.csv എന്നെല്ലാം പറഞ്ഞിട്ട്. ഒരു മിനിറ്റ്, ഞാനിത് എല്ലാം മൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ സ്കാനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫയൽസ് എല്ലാം ഇവിടെ ലിസ്റ്റഡ് ആണ്. test1.cap.csv, nextxml എല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ. അതിൽ .cap ഫയലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഈ ക്യാപ് ഫയലിൽ നമുക്ക് വേണ്ട WPA ഹാൻഡ് ഷേക്ക് ഇല്ല. അപ്പൊ ഈ ഹാൻഡ് ഷേക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കണക്ട് ആയിരിക്കുന്ന ഡിവൈസിനെ ഡീഒത്തന്റിക്കേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് ഓത്തന്റിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കണം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഡീഒത്തന്റിക്കേഷൻ അറ്റാക്ക് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡീഒത്തന്റിക്കേഷൻ അറ്റാക്ക് ആണ്. അപ്പോൾ ഡീഒത്തന്റിക്കേഷൻ അറ്റാക്കിന് വേണ്ടിയിട്ട് നമ്മളെ ടാർഗറ്റ് വൈഫൈ നെറ്റ്വർക്കിന്റെ MAC അഡ്രസ്സും വേണം, ആ വൈഫൈ നെറ്റ്വർക്കിനോട് കണക്ട് ചെയ്തിരിക്കുന്ന എന്റെ മൊബൈൽ ഫോണിന്റെ MAC അഡ്രസ്സും വേണം. അപ്പം മൊബൈൽ ഫോണിന്റെ MAC അഡ്രസ് നമ്മൾ ക്ലിയർ ചെയ്തു. സോ അത് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് ഈ കമാൻഡ് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ട നമ്മളെ ടാർഗറ്റിന്റെ MAC അഡ്രസ്സും ആ ടാർഗറ്റിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ MAC അഡ്രസ്സും കിട്ടി. ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഡീഒത്തന്റിക്കേഷൻ അറ്റാക്കിനുള്ള കമാൻഡ് കൊടുക്കാം. അപ്പോൾ ഡീഒത്തന്റിക്കേഷൻ അറ്റാക്കിന്റെ കമാൻഡും എയർമോൺ എൻജി സൂട്ടിന്റെ കൂടെ തന്നെ വരുന്ന എയർപ്ലേ എൻജി എന്ന് പറഞ്ഞ ടൂളാണ് എക്സിക്യൂട്ട് ചെയ്തത്. അതിന്റെ കമാൻഡ്
എയർപ്ലേ ng deauth എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് എത്ര ഡീഓതന്റിക്കേഷൻ പാക്കറ്റ്സ് സെൻഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ ആർഗ്യുമെന്റിന് വേണ്ട വാല്യൂ കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു 100 ഡീഓതന്റിക്കേഷൻ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നു. വേണ്ട, ഒരു 60 ഡീഓതന്റിക്കേഷൻ പാക്കറ്റ്സ് ഞാനിവിടെ സെൻഡ് ചെയ്യുന്നു. ഇനി എ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിൽ നമ്മളെ നെറ്റ്വർക്കിന്റെ മാക് അഡ്രസ് കൊടുക്കണം, BSS ID കൊടുക്കണം. അപ്പോൾ അതിവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി സി എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിൽ നമ്മളെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്ലയന്റിന്റെ മാക് അഡ്രസ് കൊടുക്കണം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വൈഫൈ അഡാപ്റ്ററിന്റെ പേര് കൊടുക്കുക. ഇതേ സമയത്ത് തന്നെ നമ്മൾ aerodem-ng കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമ്മളെ WPA ഹാൻഡ് ഷേക്ക് അതിൽ ക്യാപ്ചർ ആവുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചതിൽ ഈ ഫയൽസിലൊന്നും നമ്മുടെ ഹാൻഡ് ഷേക്ക് അവൈലബിൾ അല്ല. അപ്പം ഈ ഫയലിനെ കൊണ്ട് നമുക്ക് ഉപകാരമില്ല. ഞാനത് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ആ ഫയൽസ് ഇവിടെ ഇല്ല. ഇനി നമുക്ക് aerodem-ng കമാൻഡ് ഒരു പ്രാവശ്യം റൺ ചെയ്യണം. അതിന് aerodem-ng BSS ID എന്ന് പറയുന്നത് ഓക്കെ, ചാനൽ 1 ആണ്. അതൊരു ഫയലിലേക്ക് കൊടുക്കണം. അതിന് ഞാൻ ടെസ്റ്റ് എന്ന് പേര് കൊടുക്കും, ടെസ്റ്റ് 1 എന്ന് പേര് കൊടുക്കുന്നു. കാരണം ടെസ്റ്റ് 1-ലാണ് നമ്മളെ ഇനി ഹാൻഡ് ഷേക്ക് അടങ്ങാൻ പോകുന്നത്. ആൻഡ് നമ്മളെ വയർലെസ് അഡാപ്റ്റർ ഇൻ മോണിറ്റർ മോഡ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് അതേ ടൈമിൽ ഞാൻ എൻ്റെ ഫോണിൽ നടക്കുന്ന കാര്യങ്ങളും കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പം എൻ്റെ ഫോണിൽ ഈ വൈഫൈ കണക്റ്റഡ് ആണ്. ധ്രുപത് എന്ന് പറഞ്ഞ വൈഫൈ കണക്റ്റഡ് ആണ്. ഇനി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം aerodem-ng എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിലൂടെ നമ്മുടെ വൈഫൈ ടാർഗറ്റിനെ അവർ സ്കാൻ ചെയ്യുന്നു. അതിലൊരു ഡിവൈസ് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നു. ഇനി ഇവിടെ ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് റൺ ചെയ്യുന്നു. ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ ഫോണിലുള്ള ഈ വൈഫൈ ഡിസ്കണക്ട് ആവും. ഓക്കെ, അതായത് ഇതൊരു ജാമർ പോലെ വർക്ക് ചെയ്യും നമ്മളെ ഇന്റർഫേസ്, നമ്മളെ വയർലെസ് കാർഡ്, വയർലെസ് അഡാപ്റ്റർ. ഡീഓതന്റിക്കേഷൻ പാക്കറ്റ് റണ്ണായി. അതോടെ എൻ്റെ വൈഫൈ ഡിസ്കണക്ട് ആയി. എൻ്റെ ഇന്റർനെറ്റ് ആക്സസും പോയി. സോ ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് റൺ ചെയ്തോടിക്ക് ഇനി എനിക്ക് വൈഫൈയിൽ തിരിച്ച് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇത്രയും പാക്കറ്റ്സ് വർക്ക് ആയത് നമ്മുടെ ഡീഓതന്റിക്കേഷന്റെ എല്ലാ പാക്കറ്റ്സും സെൻഡ് ചെയ്തതിനു ശേഷം ഞാൻ തിരിച്ച് എൻ്റെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാണ്. ഇപ്പൊ കണക്ട് ആയി. ഇപ്പൊ കണക്ട് ചെയ്തോടിക്ക് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും WPA ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഡീഓതന്റിക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് കണക്ട് ആകുമ്പോൾ നമ്മുടെ ക്യാപ് ഫയൽ WPA ഹാൻഡ് ഷേക്കും കൂടി ഇൻക്ലൂഡഡ് ആവും. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്ന ക്യാപ് ഫയലിൽ എനിക്ക് വേണ്ട WPA ഹാൻഡ് ഷേക്ക് ഉണ്ട്. ഇനി ഹാൻഡ് ഷേക്കിലെ ഈ ഹാഷുമായിട്ട് എൻ്റെ വേർഡ് ലിസ്റ്റിലെ ഏതെങ്കിലും വേർഡ് മാച്ച് ആവുകയാണെങ്കിൽ അതാണ് എൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ്. ഇനി അതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യാം. നമുക്ക് ഫയൽ വേണ്ട ഫയൽ കിട്ടിയല്ലോ, ഇതും ക്ലിയർ ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഷ് ക്രാക്കിംഗ് ആണ്. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ വൈഫൈന്റെ പാസ്വേഡ് കണ്ടുപിടിക്കുന്നത് ഒരു വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വേർഡ് ലിസ്റ്റ് rockq.txt എന്ന് പറഞ്ഞ വേർഡ് ലിസ്റ്റാണ്. ഈ വേർഡ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പണ്ട് എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കമ്പനിയാണ് റോക്യൂ. ഈ കമ്പനി ഹാക്ക് ചെയ്ത ടൈമിൽ ഹാക്കേഴ്സിന് കിട്ടിയ ഒരു ഹാഷ് ഫയലിൽ നിന്ന് ഏതൊക്കെ വേർഡ്സ് അവർ കണ്ടുപിടിച്ചോ ആ വേർഡ്സിന്റെ എല്ലാം കൂടി ലിസ്റ്റാണ് rockq.txt എന്ന് പറഞ്ഞ വേർഡ് ലിസ്റ്റ് ഫയൽ. ആ വേർഡ് ലിസ്റ്റിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. എക്സാക്ട് നമ്പർ ഓഫ് വേർഡ്സ് ഞാൻ ഇവിടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആ വേർഡ് ലിസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് കലിയിൽ വരുന്നുണ്ട്. അത് അതിന്റെ ലൊക്കേഷൻ എവിടെ ഞാൻ കാണിച്ചു തരാം.
യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണുള്ളത് rockq.txt എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേർഡ് ലിസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് ഒന്ന് കോപ്പി ചെയ്യാം. കുറച്ച് ടൈം എടുക്കും, ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് നാവിഗേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പാസ്വേഡ് ക്രാക്കിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ടൂൾ എന്ന് പറയുന്നതും എയർമോൺ NG സ്യൂട്ടിൽ വരുന്ന ഒരു ടൂൾ തന്നെയാണ്. അതിന്റെ പേരാണ് എയർക്രാക്ക് NG. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് കാണിച്ചത്, അതിന്റെ കമാൻഡ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. എയർക്രാക്ക് NG, നമുക്ക് ഏതൊരു കമാൻഡിന്റെയും ആർഗ്യുമെന്റ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ H എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ ഓപ്ഷൻസും കാണിക്കും. അത് നോക്കിയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോ ആർഗ്യുമെന്റ്സ് എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന WPA PSK ഓപ്ഷൻസ്. അപ്പം W എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിലാണ് നമ്മൾ വേർഡ് ലിസ്റ്റിന്റെ ലൊക്കേഷൻ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ലിസ്റ്റ് rockq.txt ആണ്. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ ഇവിടെ കാണിക്കും, എയർക്രാക്ക് NG ഓപ്ഷൻസ് ആൻഡ് ഇൻപുട്ട് ഫയൽ. ഓക്കെ, ആൻഡ് ഓപ്ഷൻസിലാണ് നമ്മൾ വേർഡ് ലിസ്റ്റിന്റെ പാത്തും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. ക്ലിയർ ചെയ്യാം. ഇനി ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വേർഡ് ലിസ്റ്റ് ഇവിടെ ഡെസ്ക്ടോപ്പിൽ rockq.txt എന്ന് പറഞ്ഞ വേർഡ് ലിസ്റ്റ് ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എയർക്രാക്ക് NG W വേർഡ് ലിസ്റ്റിന്റെ പേര് rockq.txt. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മളെ ക്യാപ് ഫയലിന്റെ ലൊക്കേഷൻ ആണ്. ഇതാണ് നമ്മളെ ക്യാപ് ഫയൽ, test1.cap. ഓക്കെ, test1.cap. ഇനി എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇനി വേർഡ് ലിസ്റ്റിലുള്ള ഓരോ വേർഡ് നമ്മളെ WPA ഹാൻഡ് ഷേക്ക് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏത് വേർഡ് ആണോ മാച്ച് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ വൈഫൈന്റെ പാസ്വേഡ്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പാസ്വേഡ് കണ്ടുപിടിച്ചു. കീ ഫൗണ്ട് പാസ്വേഡ് @95 എന്ന് പറഞ്ഞ പാസ്വേഡ് കണ്ടുപിടിച്ചു. ഓക്കെ, കോപ്പി. ഇത് തന്നെയാണോ പാസ്വേഡ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ കണക്ട് ആയിട്ടിരിക്കുന്നത് എയർടെലാണ്. ഇതാണ് നമ്മളെ നെറ്റ്വർക്ക് ഇന്റർഫേസ്. ആക്ച്വലി ഇതേ പേരുള്ള ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇതിന് 2 എന്ന് പറഞ്ഞൊരു പേര് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്. ഇതിൽ കണക്ട് ചെയ്യാം. ഈ ടൈമിൽ പാസ് ഫേസ് ചോദിക്കും. ഇതാ കറക്റ്റ് പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഈ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. യെസ്, കണക്ട്. അപ്പോൾ ഈ പാസ്വേഡ് കറക്റ്റ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വൈഫൈ ഹാക്കിംഗ് പ്രൊസീജിയർ. ഇത്രയും സിമ്പിൾ ആണ്. ജസ്റ്റ് നമുക്ക് വേണ്ട ഒരു സ്യൂട്ടബിൾ വേർഡ് ലിസ്റ്റും കാര്യങ്ങളുമാണ്. ഓക്കെ, ഇനി ഞാൻ ആ പ്രസന്റേഷനിൽ കാണിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് നമ്മുടെ വേർഡ് ലിസ്റ്റിൽ വൈഫൈന്റെ പാസ്വേഡ് ഇല്ലെങ്കിലോ? യെസ്, അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്ന് ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കൊടുക്കും. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.